ഒരു 9 വർഷം മുമ്പ് നമ്മുടെ കൂടെ നടന്ന ഒരു വലിയൊരു ചതിയായിരുന്നു. നമ്മളൊരു സ്കൂള് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും കിഡ്നാപ്ഡ് കുട്ടികളായിരുന്നു. നമുക്കറിഞ്ഞില്ല. ഈ ഒരു കമ്മ്യൂണിറ്റി കുട്ടികളെ വളർത്തുകയാണ് പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട്. ആ കുട്ടികളെല്ലാം എൻ്റെ സ്കൂളിലിട്ടു. ഒരു വിധത്തിലും എനിക്ക് ആ സ്കൂൾ നടത്തുന്നവർക്ക് ശരിക്കും ഫൈനലി ഈ ഇൻഫർമേഷൻ വെളിയിൽ വന്ന ഈ റെയ്ഡ് നടന്ന് 36 കുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് എനിക്കറിയില്ല ഈ കുട്ടികൾ എല്ലാവരും കിഡ്നാപ്ഡ് കുട്ടികളാണ്. ആ കുട്ടി എണിച്ച് പറയുന്നത്, ഞാൻ ഇവരുടെ ഓർഗനൈസേഷന് $10,000 ഞാൻ കമ്മിറ്റ് ചെയ്യുന്നു, ഇനിയൊരു 10 പേരെ എന്നെ മാച്ച് ചെയ്യൂ. ഇൻ ലെസ് ദാൻ 30 സെക്കൻഡ്സ് 10 പേര് എണിച്ചു മാച്ച് ചെയ്തു. $100,000 ആണ് അന്ന് റേസ് ആയത് ഈ കോസിന് വേണ്ടിയിട്ട്. ഒരു കാശും ബ്ലാക്ക് ആയിട്ട് എത്തിയിട്ടില്ല, എല്ലാം ശരിക്കും വൈറ്റ് ട്രാൻസാക്ഷൻ. ഗൂഗിൾ എനിക്ക് $1 million ആണ്, 5 കോടി. ലോക്ക്ഡൗൺ കഴിഞ്ഞൊരു 12ാമത്തെ ദിവസം മാക്സിമം ആൾക്കാർ ഓൺലൈനിൽ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത് സെക്സ് വിത്ത് ചൈൽഡ്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു 1.5 lakh പീപ്പിൾ ഇൻ ലെസ് ദെൻ 1.5 hours or 2 hours ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡേ. ട്രാഫിക്കേഴ്സും ക്രിമിനൽസും. എങ്ങനെയാണ് ആ ബിസിനസ് നടക്കുന്നത്? ഏതൊരു ബിസിനസ് നടക്കുന്നത് കൺസ്യൂമറിൻ്റെ ആവശ്യം എന്താണ് അത് നോക്കിയിട്ടാണ്. കാന്താര പടം ഓടി, ഓക്കെ, എന്തിനാണ് ഓടിയത്? കൺസ്യൂമറിൻ്റെ ആവശ്യം നോക്കിയിട്ടാണ് ആ സിനിമയുടെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കി.